നമസ്കാരം. ഇറാൻ US യുദ്ധം രണ്ടാം വാരത്തിലേക്ക് കടക്കുമ്പോൾ ലോകത്തെ ഞെട്ടിക്കുന്ന വാർത്തകളൊക്കെ തന്നെയാണ് പുറത്തുവരുന്നത്. യുഎസിന്റെ ലോക പ്രശസ്തമായ മിസൈൽ പ്രതിരോധ കവചമായ താഡ് സംവിധാനത്തിന് ഇറാൻ കനത്ത പ്രഹരമേൽപ്പിച്ചിരിക്കുന്നു. ജോർദാനിലെ മുവാഫാഖ് സാൾട്ടി വ്യോമതാവളത്തിൽ സ്ഥാപിച്ചിരുന്ന അതിനൂതന റഡാർ സംവിധാനമാണ് ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ തകർന്നത്. ഫെബ്രുവരി 28-നും മാർച്ച് 3-നും നടന്ന ആക്രമണങ്ങളിലായാണ് ഈ റഡാർ തകർന്നത്. $30 കോടി വിലമതിക്കുന്ന റഡാർ തകർന്നതോടെ ആയിരക്കണക്കിന് കിലോമീറ്റർ ദൂരെയുള്ള ഇറാനിയൻ മിസൈലുകളെ കണ്ടെത്തുവാനുള്ള യുഎസിന്റെ കണ്ണുകൾ ഇപ്പോൾ അടഞ്ഞിരിക്കുകയാണ്. യുഎസിന്റെ കൈവശം ലോകത്താകെ വെറും 8 താഡ് യൂണിറ്റുകൾ മാത്രമാണുള്ളത്. അതിലൊന്നാണ് ഇപ്പോൾ ഭാഗികമായി തകർക്കപ്പെട്ടിരിക്കുന്നത്. ഒരു താഡ് യൂണിറ്റിൽ 90 സൈനികർ, 6 ലോഞ്ചറുകൾ, 48 ഇന്റർസെപ്റ്റർ മിസൈലുകൾ എന്നിവയുണ്ട്. താഡ് റഡാർ ഇല്ലാതായതോടെ ഇനി പ്രതിരോധ ചുമതല പേട്രിയാറ്റ് മിസൈലുകൾക്കായിരിക്കും. എന്നാൽ പേട്രിയാറ്റിന്റെ പരിധി കുറവാണെന്ന് മാത്രമല്ല, അവയുടെ മിസൈലുകൾക്ക് ഇപ്പോൾ തന്നെ വലിയ ദൗർലഭ്യം നേരിടുന്നുമുണ്ട്. ഓരോ താഡ് മിസൈലിനും $13 മില്യൺ വില എന്നത് യുദ്ധത്തിന്റെ സാമ്പത്തിക ഭാരം വർദ്ധിപ്പിക്കുന്നു. ആയുധങ്ങൾ തീരുന്നു എന്ന അഭ്യൂഹങ്ങൾക്കിടയിൽ വൈറ്റ് ഹൌസിൽ ലോക്ഹീഡ് മാർട്ടിൻ, RTX തുടങ്ങിയ വൻകിട ആയുധ നിർമ്മാതാക്കളുടെ യോഗം ചേർന്നു. യുദ്ധം നീണ്ടുപോയാൽ മിസൈലുകളുടെ സ്റ്റോക്ക് തികയാതെ വരുമെന്നാണ് പെന്റഗൺ ആശങ്കപ്പെടുന്നത്. യുദ്ധകാലാടിസ്ഥാനത്തിൽ ഉൽപാദനം വർദ്ധിപ്പിക്കുവാനാണ് കമ്പനികൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഇറാന്റെ തുടർച്ചയായ മിസൈൽ വർഷത്തെ തടയുവാൻ നിലവിലെ ശേഖരം പര്യാപ്തമല്ല എന്ന് ചുരുക്കം. കുവൈറ്റിലെ ഷുവൈബ തുറമുഖത്തിന് നേരെയുണ്ടായ ഡ്രോൺ ആക്രമണത്തിലാണ് 6 US സൈനികർ കൊല്ലപ്പെട്ടതായി പെന്റഗൺ സ്ഥിരീകരിച്ചത്. ഹോർമൂസ് കടലിടുക്ക് അടച്ചുപൂട്ടുമെന്ന് ഇറാൻ ഭീഷണിപ്പെടുത്തിയതോടെ ആഗോള എണ്ണക്കപ്പലുകൾ പാതി വഴിയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഇത് ലോക രാജ്യങ്ങൾക്കിടയിൽ വലിയ ഇന്ധന പ്രതിസന്ധിക്കാണ് കാരണമാവുന്നത്. ഇറാന്റെ സഖ്യകക്ഷിയായ ഹിസ്ബുള്ള വടക്കൻ ഇസ്രയേലിന് നേരെ ആക്രമണം ആരംഭിച്ചു കഴിഞ്ഞു. ഇതിന് തിരിച്ചടിയായി ലബനനിലെ ബെയ്റൂട്ടിൽ ഇസ്രായേൽ കനത്ത ബോംബാക്രമണം നടത്തി. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ തകർക്കുക എന്ന ലക്ഷ്യത്തോടെ ഇസ്രായേൽ F-35 വിമാനങ്ങൾ ഇറാൻ ആകാശത്ത് നിരീക്ഷണം തുടരുന്നു. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനി കൊല്ലപ്പെട്ടുവെന്ന റിപ്പോർട്ടുകൾ ഇറാനെ കൂടുതൽ പ്രകോപിപ്പിച്ചിരിക്കുകയാണ്. US സൈനിക നീക്കങ്ങളെക്കുറിച്ചുള്ള ഇന്റലിജൻസ് വിവരങ്ങൾ റഷ്യ ഇറാന് കൈമാറുന്നതായും ആരോപണമുണ്ട്. US ഏകപക്ഷീയമായി ആക്രമണം നടത്തുമെന്ന് നിർത്തണമെന്നും അല്ലാത്തപക്ഷം ആഗോള പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. ഐക്യരാഷ്ട്രസഭയിൽ US-നെതിരെയുള്ള നീക്കങ്ങൾ ശക്തമാക്കുകയാണ്. യുദ്ധത്തിന്റെ രണ്ടാം വാരത്തിലേക്ക് കടക്കുമ്പോൾ ഇരു രാജ്യങ്ങളുമായി മരണസംഖ്യ 2000-ഓടടുക്കുന്നു. ഇറാനിൽ 1300-ലധികം പേർ കൊല്ലപ്പെട്ടു. ഇസ്രയേലിൽ ആയിരക്കണക്കിന് ആളുകൾ ബങ്കറിലാണ് കഴിയുന്നത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള പ്രവാസികൾ യുദ്ധമേഖലകളിൽ നിന്ന് ഒഴിഞ്ഞുപോരുവാൻ ശ്രമിക്കുന്നുണ്ട്. പ്രതിരോധ സംവിധാനങ്ങളുടെ തകർച്ചയും ആയുധ ദൗർലഭ്യവും US-നെ അലട്ടുമ്പോൾ സമാധാന ചർച്ചകൾക്ക് ഇപ്പോഴും വഴിതെളിഞ്ഞിട്ടില്ല. യുദ്ധം രണ്ടാം വാരത്തിലേക്ക് കടക്കുമ്പോൾ ലോകം ഭീതിയോടെ കേൾക്കുന്നത് ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിലെ വൻ സ്ഫോടന ശബ്ദങ്ങളാണ്. ഇന്ന് പുലർച്ചെ മുതൽ ടെഹ്റാനിലും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലും US ഇസ്രയേൽ സംയുക്ത സേനയുടെ ശക്തമായ മിസൈൽ ആക്രമണം തുടരുകയാണ്. ഇറാന്റെ ഭാഗത്ത് നിന്ന് കീഴടങ്ങൽ എന്ന വാക്കുണ്ടാകാതെ ആക്രമണം നിർത്തിവെക്കില്ലെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. നിരുപാധികമായ കീഴടങ്ങൽ മാത്രമാണ് യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഏക പോംവഴി എന്നാണ് വൈറ്റ് ഹൌസിന്റെ നിലപാട്. ഇറാനെതിരെയുള്ള യുദ്ധത്തിന്റെ ഏറ്റവും ഭീകരമായ മുഖമായി ലബനൻ മാറിക്കഴിഞ്ഞു. കിഴക്കൻ ബെക്കാ വാലിയിലെ നബി നഗരത്തിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 12 പേർ കൊല്ലപ്പെടുകയും 33 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. തെക്കൻ ലബനാനിലും ബെയ്റൂട്ടിന്റെ പ്രാന്ത പ്രദേശങ്ങളിലും ഇസ്രായേൽ സൈന്യം കർശനമായ ഒഴിപ്പിക്കൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിനെ തുടർന്ന് ലക്ഷക്കണക്കിന് ആളുകളാണ് വീട് ഉപേക്ഷിച്ച് പലായനം ചെയ്യുന്നത്. യുദ്ധം തുടങ്ങിയ ശേഷം ലബനനിൽ മാത്രം 200-ലധികം ആളുകൾ കൊല്ലപ്പെട്ടു. ഏകദേശം 95,000-ഓളം പേർ അഭയാർത്ഥികളായി മാറിയതായാണ് ലബനീസ് ആരോഗ്യ മന്ത്രാലയം നൽകുന്ന ഔദ്യോഗിക കണക്ക്. US-ന്റെ റഡാർ സംവിധാനങ്ങൾ തകർത്തതിന് പിന്നാലെ ഇറാന്റെ മിസൈൽ കരുത്ത് US ഇസ്രായേൽ സഖ്യത്തിന് വലിയ വെല്ലുവിളിയാണ്. ട്രംപിന്റെ കീഴടങ്ങൽ ആവശ്യം തള്ളിക്കളഞ്ഞ ഇറാൻ തങ്ങളുടെ പരമാധികാരത്തിനായി പോരാട്ടം തുടരുമെന്ന പ്രഖ്യാപനത്തിലാണ്. യുദ്ധം രണ്ടാം വാരത്തിലും ഒട്ടും കുറയാതെ ആഞ്ഞടിക്കുമ്പോൾ മിഡിൽ ഈസ്റ്റ് ഒരു മഹാദുരന്തത്തിലേക്കാണ് നീങ്ങുന്നത്. ലബനനും ഇറാനും ഇസ്രയേലും ഒരുപോലെ കത്തുന്നു. വരും മണിക്കൂറുകളിൽ ട്രംപിന്റെ മുന്നറിയിപ്പിനോട് ഇറാൻ എങ്ങനെ പ്രതികരിക്കുമെന്നതിനെ ആശ്രയിച്ചിരിക്കും ലോകത്തിന്റെ സമാധാനം. അമേരിക്കയുടെ 300 ദശലക്ഷം വിലമതിക്കുന്ന അത്യാധുനിക റഡാർ സിസ്റ്റം ഇറാൻ തൂത്തെറിഞ്ഞിരിക്കുകയാണ്. പ്രധാനമായും ഗൾഫ് മേഖലയിൽ US മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ ഏകോപിപ്പിക്കുന്നതിൽ നിർണായക റോളുള്ള പ്രതിരോധ സംവിധാനമാണ് ജോർദാനിലെ മുവാഫഖ് സാൾട്ടി എയർബേസിനടുത്ത് വെച്ച് ഇറാൻ നശിപ്പിച്ചത്. റഡാർ സംവിധാനത്തെക്കുറിച്ചുള്ള ബ്ലൂംബെർഗ് റിപ്പോർട്ട് US ഉദ്യോഗസ്ഥരും സ്ഥിരീകരിച്ചു. അത്യാധുനിക മിസൈൽ പ്രതിരോധ സംവിധാനമായ താഡിന്റെ ANTPI റഡാറാണ് ഇറാൻ സേന നിഷ്പ്രഭമാക്കിയത്. ബ്ലൂംബെർഗ് ന്യൂസ് പുറത്തുവിട്ട സാറ്റലൈറ്റ് ചിത്രങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്.
ലോകമെമ്പാടുമായി അമേരിക്കയ്ക്ക് ആകെ 8 താഡ് സംവിധാനങ്ങളാണ് നിലവിലുള്ളത്. അതിലൊന്നായ ഈ റഡാർ നഷ്ടപ്പെട്ടതോടെ ഈ മേഖലയെ ലക്ഷ്യമാക്കി വരുന്ന ബാലിസ്റ്റിക് മിസൈലുകളെ പ്രതിരോധിക്കുവാനുള്ള അമേരിക്കയുടെ ശേഷി ഇല്ലാതാവുകയാണ്. തകർക്കപ്പെട്ട ഈ സംവിധാനത്തിന് ഏകദേശം $300 ദശലക്ഷം വിലമതിക്കുക. താഡ് പ്രവർത്തനരഹിതമായതോടെ മിസൈലുകളെ തടയാനുള്ള ചുമതല ഇനി മറ്റു സമാന്തര സംവിധാനങ്ങളിലൂടെയായിരിക്കും നടത്തുക. എന്നാൽ സമാന്തര മിസൈലുകളുടെ എണ്ണം നിലവിൽ കുറവാണ് എന്നത് വലിയ വെല്ലുവിളിയുമാകുന്നുണ്ട്. തന്ത്രപരമായ കനത്ത നഷ്ടമായാണ് ഈ നഷ്ടത്തെ അമേരിക്ക കാണുന്നത്. നിലവിലെ ആവശ്യത്തിന് പകരമാകുന്ന റഡാർ സംവിധാനങ്ങൾ അമേരിക്കയുടെ പക്കലില്ലെന്ന് മിസൈൽ പ്രതിരോധ വിദഗ്ധൻ ടോം കാർക്കോ പറയുന്നുണ്ട്. അതേസമയം യുദ്ധ സാഹചര്യം കണക്കിലെടുത്ത് ആയുധ ഉൽപാദനം അതിവേഗത്തിലാക്കാനുള്ള ചർച്ചകൾ പെന്റഗണും പ്രതിരോധ കമ്പനികളും നടത്തിവരുന്നതായാണ് റിപ്പോർട്ട്. ഈ മേഖലയിലെ മിസൈൽ പ്രതിരോധം തകർക്കുവാനായത് വലിയ വിജയമായെന്നാണ് ഇറാൻ കണക്കാക്കുന്നത്. ദക്ഷിണ കൊറിയ, ക്വാം ഉൾപ്പെടെ 8 താഡ് യൂണിറ്റുകളാണ് അമേരിക്കയ്ക്കുള്ളത്. ഒരു താഡ് ബാറ്ററിയുടെ ഏകദേശ വില $1 ബില്യൺ. ഒരു താഡ് ബാറ്ററിക്കൊപ്പം 90 സൈനികരും 6 ട്രക്ക് ലോഞ്ചറുകളും 48 ഇന്റർസെപ്റ്റർ മിസൈലുകളും ഒരു TPY-2 റഡാറും ഉണ്ടായിരിക്കും. ലോക്ഹീഡ് മാർട്ടിൻ നിർമ്മിക്കുന്ന ഇന്റർസെപ്റ്റർ മിസൈലിന് ഏകദേശം $13 ദശലക്ഷം വില. 2012 തന്നെ 9 ബാറ്ററികൾ സ്ഥാപിക്കുവാൻ അമേരിക്ക തീരുമാനിച്ചിരുന്നുവെങ്കിലും ആ ലക്ഷ്യത്തിലെത്തുവാൻ സാധിച്ചിരുന്നില്ല. ഗൾഫ് മേഖല കേന്ദ്രീകരിച്ച് നിലവിൽ ഇറാൻ നടത്തുന്ന ആക്രമണങ്ങൾ യുഎസിന്റെ പ്രതിരോധ സംവിധാനങ്ങളെ ഏറെ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്. ഖത്തറിലെ തന്ത്രപ്രധാനമായ AN/FCS-132 റഡാറിനും ഇറാൻ ആക്രമണത്തിൽ കേടുപാടുകൾ സംഭവിച്ചിരുന്നു. അതേസമയം യുഎസും ഇസ്രയേലുമായുള്ള യുദ്ധത്തിൽ ഇറാന് റഷ്യൻ സഹായമുള്ളതായി റിപ്പോർട്ടുകളൊക്കെ തന്നെ പുറത്തുവന്നിട്ടുണ്ട്. US യുദ്ധക്കപ്പലുകൾ, എയർക്രാഫ്റ്റ് മേഖലയിലുള്ള മറ്റ് ആസ്തികൾ എന്നിവ സംബന്ധിക്കുന്ന വിവരങ്ങൾ റഷ്യ ഇറാന് കൈമാറിയെന്നാണ് റിപ്പോർട്ട്. US ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് അസോസിയേറ്റ് പ്രസ് വ്യക്തമാക്കി. റഷ്യയാണ് മുന്നോട്ട് പോകുന്നതിനുള്ള നിർദ്ദേശങ്ങൾ ഇറാൻ നൽകുന്നത്. ഇതാദ്യമായിട്ടാണ് റഷ്യ യുദ്ധത്തിൽ ഇടപെട്ടുവെന്നതിന് നേരിട്ടുള്ള തെളിവുകൾ ലഭിക്കുന്നത്. ഇറാനൊപ്പം മിഡിൽ ഈസ്റ്റിൽ ഹിസ്ബുള്ള, ഹൂതികൾ, ഹമാസ് എന്നീ സംഘടനകളുമായി റഷ്യയ്ക്ക് സൗഹൃദ ബന്ധമുണ്ട്. മിലിറ്ററി വിവരങ്ങൾ റഷ്യ ഇറാന് കൈമാറിയിട്ടുണ്ട് എന്നാണ് US കണ്ടെത്തൽ. യുദ്ധത്തിൽ റഷ്യൻ ഇടപെടലുകളെക്കുറിച്ചും സൂചനകൾ കരോളിന ലാവിറ്റ് നൽകിയിരുന്നു. ഇറാനിലെ സ്കൂളിന് നേരെ വീണ്ടും ആക്രമണം നടത്തിയിട്ടുണ്ട് ഇസ്രായേൽ US സംയുക്ത സേന. തലസ്ഥാനമായ ടെഹ്റാനിലെ നിലൌഫറിലാണ് ആക്രമണം നടന്നത്. ഇറാൻ വിദേശകാര്യ മന്ത്രാലയം വക്താവ് ഇസ്രായേൽ ബഗായിയാണ് ആക്രമണം നടന്ന വിവരം അറിയിച്ചിട്ടുള്ളത്. ഷാഹിദ് ഹമദേനി സ്കൂളിന് നേരെയാണ് ആക്രമണമുണ്ടായത്. ആക്രമണത്തിന് മുൻപും ശേഷമുള്ള സ്കൂളിന്റെ ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. ഇത് 4ാമത്തെ സ്കൂളിന് നേരെയാണ് ഇറാനിൽ ആക്രമണം നടക്കുന്നത്.